ഈ വീഡിയോയിൽ ഇറാൻ അമേരിക്ക ഇസ്രായേൽ കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് പോയി കഴിഞ്ഞാൽ തുടർന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇറാനുമായിട്ട് ഗുഡ് നെഗോസിയേഷൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, നല്ല തരത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ഹോപ്പ്, മാർക്കറ്റ് ഇടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോപ്പ് നിലനിർത്തിക്കൊണ്ടുള്ള പ്രസ്താവനയാണ് ട്രംപിന്റെ സൈഡിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിന്റെ ആകത്തുക നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും പവർ എവിടെയുള്ളതെന്ന് വെച്ചാൽ പവർ ഇറാനിലാണുള്ളത്. ഇറാന്റെ ചൊൽപ്പടിക്ക് വഴങ്ങുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റായിട്ട് മാറിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. അതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പൊ ഇറാൻ പറയുന്നത് പോലെ കേട്ടിട്ട് ലെബനാന്റെ ഉള്ളിലേക്കുള്ള ആക്രമണം നിർത്തണമെന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിന്റെ മേൽ സമ്മർദ്ദം ഇടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പരാജയമാണ്. ആ പരാജയം ഏറ്റുവാങ്ങാൻ തയ്യാറാണോ എന്ന് ചോദിച്ചാൽ ഇസ്രായേൽ തയ്യാറല്ല. ഇതിനു മുമ്പ് അമേരിക്ക ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ലെബനന്റെ വിഷയം ഇറാൻ അമേരിക്ക സീസ് ഫയർ ഡീലിൽ ഇൻക്ലൂഡഡ് അല്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ പെട്ടെന്ന് ലെബനനിൽ ഞാൻ ഇടപെടൽ നടത്തുന്നു, ഹെസ്ബുള്ളയ്ക്ക് മേളിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോൾ ആർക്കായാലും ഡൗട്ട് തോന്നും. അങ്ങനെ ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ അവരെ നമുക്ക് സംശയിക്കേണ്ടതില്ല. കാരണം ട്രംപിന്റെ പ്രവൃത്തി അങ്ങനെയാണ്. ഇന്ത്യൻ റുപ്പി വീണ്ടും മാർക്കറ്റിൽ ഇടിവ് നേരിടുന്നുണ്ട്. റഷ്യ ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു അനൗൺസ്മെന്റ്, അതായത് ഏവിയേഷൻ ഫ്യൂവൽ സപ്ലൈ റഷ്യ ബാൻ ചെയ്യുകയാണ്. ഏവിയേഷൻ രംഗത്തേക്കുള്ള ഫ്യൂവൽ ഇനി റഷ്യ സപ്ലൈ ചെയ്യില്ല. ഇത് ഫ്ലൈറ്റ് ടിക്കറ്റിൽ വില വർധനവ് ഉണ്ടാവാനുള്ള സാഹചര്യത്തിന് വഴിയൊരുക്കും. നമ്പർ 1, പ്രവാസികൾ ശ്രദ്ധിക്കുക. ഫ്ലൈറ്റ് ചാർജസ് മേ ഇൻക്രീസ്ഡ്. നെതന്യാഹു അതുപോലെ ഇസ്രായേൽ IDF മൊസാദ് സ്കെച്ചിട്ട ഒരു സ്ഥലങ്ങളും ഇതുവരെ ആക്രമണം നടത്താതെ വിട്ടിട്ടില്ല. ജസ്റ്റ് 1 or 2 ഡേയ്സിലേക്ക് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു പ്രഷർ പോളിസി നെഗ് ലെവലിൽ ഇരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ കുറച്ച് ബെയ്റൂത്തിൽ അറ്റാക്ക് നടത്തുന്നത് കുറച്ച് പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ ഉറപ്പായിട്ടും അവിടെ അറ്റാക്ക് നടത്തും, അതിൽ യാതൊരു മാറ്റമില്ല. ഈ പ്രൊപ്പോസ് ചെയ്ത ഇവാക്യുവേഷൻ ഓർഡർ ഇതുവരെ ഇസ്രായേൽ പിൻവലിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം ഹൈ പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ടുള്ള നെഗോസിയേഷനാണ് നടക്കുന്നത്. ആ നെഗോസിയേഷൻ പരാജയപ്പെടുന്ന ആ മൊമെന്റിൽ വീണ്ടും ബെയ്റൂത്തിലേക്ക് ഇസ്രായേൽ അറ്റാക്ക് നടത്തിയിരിക്കും. ഇസ്രായേൽ സ്കെച്ചിട്ട് അറ്റാക്ക് നടത്താൻ വേണ്ടി മാർക്ക് ചെയ്ത സ്ഥലങ്ങളൊന്നും തന്നെ അവർ അറ്റാക്ക് ചെയ്യാതെ വിട്ട ചരിത്രമില്ല. തീർച്ചയായിട്ടും അവിടെ അറ്റാക്ക് നടത്തിയിരിക്കും. ഇനി ട്രംപല്ല, ട്രംപിൻ്റെ മുതുമുത്തശ്ശൻ എന്ന് പറഞ്ഞാലും ഇസ്രായേൽ ആ വിഷയത്തിൽ നിന്നും പിന്മാറില്ല. ഇസ്രായേലും സ്ട്രാറ്റജിക്കലി കുറച്ച് ടാക്ടിക്സ് ഒക്കെ എടുത്ത് മുന്നോട്ട് പോകുന്ന രാജ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഹാർഡ് ലൈൻ പോളിസി വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിലപാടാണ് ഇസ്രായേലിനുള്ളത്. തീർച്ചയായിട്ടും വീണ്ടും അവസരം ഇസ്രായേലിന് വരും എന്നുള്ളത് 100% ഇസ്രായേലിന് അറിയാം. കാരണം അപ്പുറത്തുള്ളത് ഭീകരവാദികളാണ്. അവർക്ക് ട്രംപ് പറയുന്നത് പോലെ അടങ്ങിയിരിക്കാനൊന്നും പറ്റത്തില്ല. കാരണം ട്രംപിൻ്റെ ഫണ്ടമെൻ്റലിസം അല്ല അവിടെ ഉള്ളത്. അപ്പോൾ അത് ട്രംപിന് മനസ്സിലായില്ലെങ്കിലും തൊട്ടടുത്ത് താമസിക്കുന്ന ഇസ്രായേലിന് അത് വളരെ വ്യക്തമായിട്ട് അറിയാം. അതിനനുസരിച്ചുള്ള നീക്കങ്ങൾ അവർ കൃത്യമായിട്ട് നടത്തും, അതിൽ യാതൊരു മാറ്റമില്ല. മുൻകാല ചരിത്രങ്ങൾ തെളിയിക്കുന്നതും അങ്ങനെയാണ്. അപ്പം അങ്ങനെ ശരിക്കും മിഡിൽ ഈസ്റ്റ് ഒരു ടെൻസ്ഡ് മൊമെന്റിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്ക കശം ഐലൻഡിൽ ഇറാൻ്റെ 6 സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതിനെ തുടർന്ന് ഇറാൻ ബഹ്റൈൻ്റെ ഉള്ളിലും അതുപോലെ കുവൈറ്റിനുള്ളിലേക്കും ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ശരിക്കും ബഹ്റൈനിലും കുവൈറ്റിലും ഉണ്ടായ ആക്രമണത്തിൽ ഇന്ത്യക്കാർ 12ലധികം ഇന്ത്യക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരു ഇന്ത്യൻ സ്വദേശി കൊല്ലപ്പെട്ടിട്ടുമുണ്ട്. നിരവധി പേർക്ക് 60ലധികം ആൾക്കാർക്ക് ഈ 2 രാജ്യങ്ങളും നടത്തിയ ഇറാൻ്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കുകളുണ്ടെന്നാണ് വാർത്തകൾ വരുന്നത്. തീർച്ചയായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട വിശദമായിട്ടൊരു വീഡിയോ നെക്സ്റ്റ് എപ്പിസോഡിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇതിൽ ഇറാൻ്റെ ആയത്തുൽ അലി ഖമനയുടെ IRGCയുടെ പവർ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അമേരിക്ക എന്ത് നടപടി എടുക്കണം എന്നറിയാത്തൊരവസ്ഥയിലാണ്. ശരിക്കും ചർച്ച വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇറാൻ ആണെന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് അറ്റാക്കുകൾ നടത്തുന്നുമുണ്ട്, അതേപോലെ തന്നെ അമേരിക്കയ്ക്ക് വഴങ്ങുന്നുമില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സൗദി അറേബ്യയാണ് ശരിക്കും ഈ നിലവിലെ ഇറാന് മേലിൽ നടത്താനിരുന്ന അമേരിക്കയുടെ ആക്രമണത്തിനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് ബിക്കോസ് ഓഫ് ഹജ്ജ് പിൽഗ്രിമേജ് വിസിറ്റ്. അത് സൗദി അറേബ്യയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വിഷയമാണ്. അത് ആഗോളതലത്തിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് തന്നെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രത്യേകതയുള്ളൊരു വിഷയമാണ്. സൗദിക്ക് അത് മറ്റൊരു തരത്തിലെ ഒരു വരുമാനത്തിൻ്റെ വലിയൊരു മേഖലയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് സൗദി അറേബ്യയാണ് അമേരിക്കയുടെ അടുത്ത് പറഞ്ഞ് ഈ ഹജ്ജ് മാസത്തേക്ക് ഈ ആക്രമണം വേണ്ട എന്നുള്ള രീതിയിൽ ട്രംപിൻ്റെ അടുത്ത് പറഞ്ഞതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. ഖമനേയിയുടെ കുടുംബത്തിൽ ഒരു 4 ഫാമിലി മെമ്പേഴ്സ്, ഈ 4 ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുന്നതിനേക്കാളും 4 ഫാമിലി ഗ്രൂപ്പുകൾ അങ്ങനെ വേണമെങ്കിൽ പറയാം. നമ്മൾ പൊതുവിൽ കുടുംബ പേര് അല്ലെങ്കിൽ തറവാട് എന്നൊക്കെ പറയുന്നത് പോലെ ഇറാൻ്റെ ഉള്ളിൽ ഒരു 4 തറവാട്ടുകാരാണ് അവിടുത്തെ IRGCയുടെ കംപ്ലീറ്റ് കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടുള്ള നിയന്ത്രണം എന്ന് പറഞ്ഞാൽ അവരുടെ എഡ്യൂക്കേഷൻ ഏരിയ, യൂണിവേഴ്സിറ്റി, സദേഹ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്. ആ യൂണിവേഴ്സിറ്റിയിലാണ് ശരിക്കും ഈ നേതാക്കളെ ഗ്രൂം ചെയ്യുന്ന പ്രവർത്തനം നടക്കുന്നത്.
ആ യൂണിവേഴ്സിറ്റിയും അതേപോലെ പാർലമെൻറ്റ്, ഇവരുടെ പാർലമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ആയത്തുള്ള ഖമനേയിയുടെ പവർ പൊളിറ്റിക്സിൽ പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന IRGCയുടെ കൺട്രോൾ യൂണിറ്റ്, ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഇവരുടെ കുടുംബത്തിലെ പ്രധാനപ്പെട്ട 4 വ്യക്തികളുടെ പേര് തെഹ്റാനിൽ ഒരു പള്ളിയിൽ, നോർത്ത് തെഹ്റാനിൽ റേ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഈ റേ എന്ന് പറഞ്ഞ സ്ഥലം REY, റേ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. ഈ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മോസ്കാണ് അബ്ദുൽ അസീം ഷെറൈൻ എന്ന് പറഞ്ഞ ഒരു മോസ്ക്. ഈ മോസ്കിൽ ആയത്തുള്ള ഖമനേയിക്കും ആയത്തുള്ള ഖമനേയിയോടൊപ്പം മരണപ്പെട്ട വ്യക്തികൾക്കും ഒരു മെമ്മോറിയൽ സെറമണി അവിടെ നടത്തുന്നുണ്ട്. ഒരു പ്രത്യേക സെക്റ്റിൽപ്പെട്ട IRGC മെമ്പേഴ്സാണ് ഇത് നടത്തുന്നത്. അപ്പോൾ അവിടെ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. വലിയൊരു പോസ്റ്ററാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ആ പോസ്റ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന അതിൻ്റെ ചെറിയ രൂപമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതിൽ പേർഷ്യൻ ലാംഗ്വേജിൽ അവർ എഴുതിയിട്ടുണ്ട്. 4 പേരുകളാണ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഈ 4 പേരുകളും 4 കുടുംബങ്ങളുടെ നേതൃത്വ നിരയിലുള്ള പേരുകളാണ്. ആയത്തുള്ള ഖമനേയി കൊല്ലപ്പെട്ട അതേ അറ്റാക്കിൽ ഈ വ്യക്തികളും കൊല്ലപ്പെട്ട് കഴിഞ്ഞു. പക്ഷെ ഇവരുടെ പേരിൻ്റെ പുറകിൽ വാലിൽ തൂങ്ങിയിരിക്കുന്ന 4 കുടുംബ പേരുകളുണ്ട്. ഈ കുടുംബക്കാരാണ് ശരിക്കും ആയത്തുള്ള ഖമനേയിയുടെ വളരെ ക്ലോസ് സർക്കിളിൽ നിന്ന് പവർ പൊളിറ്റിക്സ് കളിക്കുന്നത്. ഈ കുടുംബക്കാരുടെ ആൾക്കാരാണ് ഇപ്പോഴും IRGCക്കുള്ളിൽ നിന്ന് IRGCയെ നിയന്ത്രിക്കുന്നത്. ആയത്തുള്ള ഖമനേയി റൂഹുള്ള കൊമൈനി എന്ന് പറഞ്ഞ കൊമൈനി ഫാമിലിയാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. കൊമൈനി വേറെ, ഖമനേയി വേറെ. ഇവരെല്ലാം തന്നെ സഹോദരങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ റൂഹുള്ള കൊമൈനി, ആയത്തുള്ള അലി ഖമനേയി. അപ്പോൾ കൊമൈനി ഫാമിലി, ഖമനേയി ഫാമിലി, ബാഗേരി ഖാനി ഫാമിലി, ഇവരൊക്കെയാണ് ഇറാൻ ഭരിക്കുന്നത്, പ്രത്യേകിച്ച് IRGC. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹ്റ സാദത്ത് ഹദാദ് ആദിൽ. ഈ സഹ്റ സാദത്ത് ഹദാദ് ആദിൽ എന്ന് പറയുന്നത് മുജ്തബ ഖമനേയിയുടെ വൈഫിൻ്റെ പേരാണ്. മുജ്തബ ഖമനേയിയുടെ വൈഫ്, അവർ ഇപ്പം ജീവിച്ചിരിപ്പില്ല. ആയത്തുള്ള ഖമനേയിയെ ഇസ്രായേൽ വധിച്ച സമയത്ത് ഇവരും ആ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഈ സാറ സഹദത്ത് ഹദാദ് ആദിലിൻ്റെ മകളാണ്. ആരാണ് ഹദാദ് ആദിൽ? ഈ ഹദാദ് ആദിൽ എന്ന് പറഞ്ഞ വ്യക്തി ആദ്യത്തെ പാർലമെൻറ്റ് സ്പീക്കറാണ്. അതായത് ക്ലെറിക്കല്ലാതെ നോൺ ക്ലെറിക്കൽ വിങ്ങിൽ നിന്നും വന്ന ആദ്യത്തെ പാർലമെൻറ്റ് സ്പീക്കറാണ്. അവിടെ ക്ലെറിക്കലിലുള്ള ആൾക്കാരെയാണ് ഇങ്ങനത്തെ പൊസിഷൻസിലൊക്കെ വെക്കുന്നത്. പക്ഷേ ഈ ഹദാദ് ആദിലിന് വേണ്ടി മാത്രം ഇത്തരത്തിലൊരു ഇളവ് അവിടെ നൽകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇവർക്ക് അത്തരത്തിലുള്ള സ്വാധീനം ഇവരുടെ ഫാദറിൻ്റെ കാലം മുതലേ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇറാൻ്റെ IRGCയുടെ 7th പാർലമെൻറ്റിൽ 2004 മുതൽ 2008 വരെ ആയിരുന്നു ഹദാദ് ആദിൽ പാർലമെൻറ്റ് സ്പീക്കറായിട്ട് സെർവ് ചെയ്തിരുന്നത്. അതുമാത്രമല്ല, പുള്ളിക്കാരൻ ആയത്തുള്ള അലി ഖമനേയിയുടെ പേഴ്സണൽ അഡ്വൈസറും കൂടിയാണ്. പിന്നെ പല കാലഘട്ടങ്ങളിലായിട്ട് പുള്ളി ലോ മേക്കർ, MB ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. നല്ല അക്കാഡമിക് നോളജ് ഉണ്ട്. പേർഷ്യൻ ലാംഗ്വേജിൽ, ലിറ്ററേച്ചറിൽ മാസ്റ്റർ ഗ്രാജുവേറ്റ് ആണ്. പുള്ളിയുടെ ഇൻഫ്ലുവൻസ് ബിയോണ്ട് പാർലമെൻറ്റ്, ഇറാൻ്റെ ഉള്ളിൽ നിരവധി മേഖലകളിൽ, കലാ സാംസ്കാരിക മേഖലകളിലെല്ലാം തന്നെ ഹദാദ് ആദിലിൻ്റെ ഇൻഫ്ലുവൻസ് വളരെ വലുതാണ്. ഈ ഹദാദ് ആദിലിനെ പർട്ടിക്കുലറായിട്ട് ഇയാളുടെ പേരെടുത്ത് പറഞ്ഞ് US ട്രഷറി സാങ്ഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇയാളുടെ പേരിലേക്കുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ ഇയാളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രസ്ഥാനങ്ങൾക്കും ട്രാൻസാക്ഷൻ നടത്താൻ കഴിയുകയില്ല അമേരിക്കയിൽ നിന്നും. അമേരിക്ക പേരെടുത്ത് പറഞ്ഞ് സാങ്ഷൻ ചെയ്തിരിക്കുന്ന വ്യക്തികളിൽ ഒരാളാണ് ഈ ഹദാദ് ആദിൽ എന്ന് പറയുന്നത്. അയാളുടെ മകളെയാണ് മുജ്തബ ഖമനേയി വിവാഹം കഴിച്ചിരിക്കുന്നത്. കണക്ഷൻ മനസ്സിലായല്ലോ. അയാളുടെ മകളാണ് സഹ്റ സാദത്ത് ഹദാദ് ആദിൽ എന്ന് പറയുന്ന ആ ലേഡി. അപ്പം ഈ വ്യക്തിക്കും മുജ്തബ ഖമനേയിക്കും ആയത്തുള്ള ഖമനേയിക്കുമുള്ള ആ ഒരു ലിങ്ക് കൃത്യമായി മനസ്സിലായല്ലോ. അപ്പോൾ ഇത് ഒരു ഫാമിലി, അതവിടെ നിൽക്കട്ടെ. അടുത്തതാണ് ബാഗേരി ഖാനി ഫാമിലി. ഈ ബാഗേരി എന്ന പേരിൽ അവസാനം വരുന്ന ആൾക്കാരെല്ലാം തന്നെ ഈ ബാഗേരി കുടുംബത്തിലുള്ള ആൾക്കാരാണ്. ഫോർ എക്സാമ്പിൾ ഇസ്മായിൽ ബാഗേരി. ഇസ്മായിൽ ബാഗേരി ഇറാൻ്റെ ഫോറിൻ മിനിസ്ട്രിയുടെ സ്പോക്സ് പേഴ്സണാണ്. ഇസ്മായിൽ ബാഗേരി അയാൾ ബാഗേരി കുടുംബത്തിലുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇവർക്ക് വേണ്ടി, ഈ കുടുംബത്തിൽപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി പലതരത്തിലുള്ള പോസ്റ്റുകൾ ഇറാൻ്റെ ഉള്ളിൽ എമർജ് ആവും, അതിനു വേണ്ടിയിട്ട് സൃഷ്ടിക്കപ്പെടും. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ കുടുംബക്കാരെ സെക്രട്ടറി ആയിട്ടൊക്കെ നിയമിക്കുന്നില്ലേ? അത് A or B 2 പേര് വന്നാലും മാറി മാറി വന്നാലും കുടുംബക്കാരെ നിയമിക്കും, അതിൽ യാതൊരു മാറ്റമില്ല. ഇമാം സദേ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. ഈ യൂണിവേഴ്സിറ്റിയിലാണ് പ്രത്യേകിച്ച് ഈ പൊളിറ്റീഷ്യൻസിനെ ഗ്രൂം ചെയ്തെടുക്കുന്നത്. പ്രത്യേകിച്ച് IRGCക്ക് വേണ്ട രീതിയിൽ ഗ്രൂം ചെയ്തെടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ ഇമാം സദേ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ആ യൂണിവേഴ്സിറ്റിയുടെ കംപ്ലീറ്റ് നിയന്ത്രണം ഈ ബാഗേരി ഖാനി ഫാമിലിക്കാണ്. ഇസ്മായിൽ ഖാനി, അതുപോലെ പല ഖാനികളും പല ബാഗേരികളും ഈ കുടുംബത്തിൽപ്പെടുന്ന ആൾക്കാരാണ്.
ഇത് അനദർ പവർഫുൾ നെറ്റ്വർക്കിന് IRGC ആണ്. അതായത് ഈ യൂണിവേഴ്സിറ്റിക്ക് ആരെ അയക്കണം, ഈ യൂണിവേഴ്സിറ്റിയിൽ ആരെ ഗ്രൂം ചെയ്ത് കൊണ്ടുവരണം, ആർക്ക് കൂടുതൽ എഡ്യൂക്കേഷൻ കൊടുക്കണം, ആർക്ക് പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറണം, ആരെ നമ്മൾ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരണം, ആരെയാണ് IRGCയുടെ ഭരണകൂടത്തിലേക്ക് കൊണ്ടുവരേണ്ടത്, ആരെയാണ് കോമൺ ആയിട്ടുള്ള ഇലക്ട്രൽ പാനലിലേക്ക് വിടേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരാണ് തീരുമാനിക്കുന്നത്. ഇറ്റ് മീൻസ് ഇവർ വലിയ കിങ് മേക്കേഴ്സ് ആണ്. മുസബ അൽ ഹുദ ബാഗേരി ഖാനി. ഈ മുസബ എന്ന് പറഞ്ഞ ഈ വ്യക്തി ശരിക്കും ആയത്തുല്ല അലി ഖമനേയിയുടെ സൺ ഇൻ ലോ ആണ്, മരുമകനാണ്. ആയത്തുല്ല അലി ഖമനേയിയുടെ മകളെ വിവാഹം കഴിച്ചിരിക്കുന്ന വ്യക്തിയാണിത്. അപ്പം അതായത് ആയത്തുല്ല അലി ഖമനേയിയുടെ മകൻ്റെ ഭാര്യയും ഭാര്യയുടെ ഫാമിലിയെയും കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇതിപ്പം മകളുടെ ഭർത്താവും ഭർത്താവിനെ ചുറ്റിപ്പറ്റിയുള്ള ആ കുടുംബങ്ങളുടെ കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. അവരുടെ കീഴിലാണ് യൂണിവേഴ്സിറ്റി. ഹുദ ഖമനേയി എന്ന് പറയുന്നത് ആയത്തുല്ല അലി ഖമനേയിയുടെ മകളാണ്. മുഹമ്മദ് ബാഗേരി ഖാനി എന്ന് പറഞ്ഞ വ്യക്തിയുടെ മകനാണ് ഈ മുസബ. അപ്പം ഇത് രണ്ട് പവർ പൊളിറ്റിക്സ് ഗ്രൂപ്പുകൾ അവിടെ ഉണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ആയത്തുല്ല അലി ഖമനേയിയുടെ ഓഫീസ്, അതാണ് അടുത്ത IRGCയുടെ പവർ പൊളിറ്റിക്സിൻ്റെ കേന്ദ്രം. അലി ഖമനേയിയുടെ മകളുടെ മകൾ, ഇവരൊക്കെയാണ് ഓഫീസ് നിയന്ത്രിക്കുന്നത്. ഇവരെല്ലാം തന്നെ ഇൻവിസിബിൾ ആണ് കേട്ടോ. ഇവരൊന്നും തന്നെ പൊതുരംഗത്ത് ഇറങ്ങി വരത്തില്ല, പബ്ലിക്കുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാരാണ് ഇവർ. പക്ഷെ ഇവരാണ് പവർ പൊളിറ്റിക്സ് നടത്തുന്ന ആൾക്കാർ. അതുകൊണ്ടാണ് IRGC എന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് രണ്ട് ആൾക്കാരുടെ പേരുകൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. ബാക്കിയുള്ളതെല്ലാം തന്നെ ഡാർക്ക് റൂമിലാണ് പ്രവർത്തിക്കുന്നത്. മകൾ വഴി മകൻ വഴിയൊക്കെ വിവാഹം കഴിച്ചു കൊടുത്തിരിക്കുന്ന ആ ഗ്രൂപ്പാണ് ഇത് മൊത്തം ഭരിക്കുന്നത്. ഈ മൊഹമ്മദി ഗോൽപയോഗാനി എന്ന് പറഞ്ഞ ഈ ഗാനി കുടുംബത്തിലെ ഈ മൊഹമ്മദി 1989 മുതൽ ആയത്തുല്ല അലി ഖമനേയിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്നുണ്ട്. അപ്പം അതുവഴിയാണ് ഈ ബന്ധങ്ങൾ, ആയത്തുല്ല അലി ഖമനേയിയുടെ മക്കളുടെ വിവാഹങ്ങളൊക്കെ അതുവഴിയാണ് നടന്നിരിക്കുന്നത്. അടുത്തതാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ്, ബുഷ്റ ഹുസൈനി അലി ഖമനേയി. ബുഷ്റ ഖമനേയി ഹുസൈൻ അലി ഖമനേയി എന്ന് വിളിക്കപ്പെടുന്ന ആയത്തുല്ല അലി ഖമനേയിയുടെ മൂത്ത മകൾ, അതാണ് ബുഷ്റ അലി ഖമനേയി. ഏറ്റവും ടോപ്പ് പവർ പൊളിറ്റിക്സ്, അവരാണ് ഏറ്റവും ഉന്നത നിലയിൽ നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന വ്യക്തി. ബുഷ്റ ഖമനേയി വളരെ റെയർ ആയിട്ടാണ് പബ്ലിക് അപ്പിയറൻസിലേക്ക് വരുന്നത്. എനിവേ ഇപ്പോൾ ഇസ്രായേൽ അവരെയൊക്കെ അടിച്ച് തൂത്ത് പറക്കി കളഞ്ഞു, അത് വേറെ കാര്യം. ഇപ്പം ഇവരുടെയൊക്കെ ചിൽബന്തികളായിട്ടുള്ള ആൾക്കാരാണ് IRGC ഭരിക്കുന്നത്. അപ്പം ഇപ്പം നമ്മൾ പേര് കേൾക്കുമ്പോൾ മനസ്സിലാക്കിക്കോണം ഇയാൾക്ക് പവർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഖാനി എന്ന് പേരിൽ അവസാനിക്കുന്ന ഇറാനിയൻസ് ഉണ്ടെങ്കിൽ അവർ പവർഫുൾ ഫാമിലിയാണ്. ബാഗേരി എന്ന് പറഞ്ഞ പേരിൽ അവസാനിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരും പവർഫുൾ ആണ്. ഖമനേയി എന്ന് പറഞ്ഞ ഫാമിലി നെയിം വരുന്നെങ്കിൽ ഒബ്വിയസ്ലി അവരും പവർ പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്. ഖൊമേനി അതും പവർ പൊളിറ്റിക്സ് ആണ്. ഇത്തരത്തിലാണ് IRGCയെ നിയന്ത്രിക്കുന്ന 4 കുടുംബങ്ങളുടെ കയ്യിൽ IRGC ഉള്ളത്. അപ്പോൾ ഇതുകൊണ്ട് IRGCയെ ആരാണ് നിയന്ത്രിക്കുന്നത്, IRGCയുടെ മിലിറ്ററി വിങ് ആര് നിയന്ത്രിക്കുന്നു, ഇതൊക്കെ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഇവർ ഡാർക്ക് റൂമിലാണ് ഇവരിരുന്ന് പ്രവർത്തിക്കുന്നത്, പബ്ലിക് അപ്പിയറൻസ് ഇല്ല ഇവർക്ക്. അപ്പോൾ ഇതിനകത്ത് കുറേ പേരുകളുണ്ട്, ഇവരെല്ലാം തന്നെ ഫേസ്ലെസ് ആണ്. നമുക്ക് ആരാണ് ഏതാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. വളരെ ഡീപ്പായിട്ടുള്ള ഒരു അനാലിസിസ് റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്നാണ് ഞാൻ ഈ വാർത്ത എടുത്ത് ചെയ്തത്. കാരണം ഈ IRGCയുടെ പുറകിൽ എത്രമാത്രം നിഗൂഢമായ കാര്യങ്ങളാണ് ഉള്ളതെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്ത് പറഞ്ഞത്. ഇനി 2-3 വിഷയങ്ങൾ ടോപ്പ് മോസ്റ്റിൽ നമുക്ക് നോക്കി പോകേണ്ടതുണ്ട്. അതിലൊന്ന്, എന്തുകൊണ്ട് മുജ്തബ ഖമനേയി, എന്താ IRGCക്കുള്ളിൽ ഇത്രയും പവർ പൊളിറ്റിക്സ് നടക്കുമ്പോൾ എന്തുകൊണ്ട് മുജ്തബ ഖമനേയി? കാരണം ഇൻഹെറിറ്റൻസ് വഴി ഒരു തലമുറ മാറ്റം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഇറാനിലെ നിയമം. അപ്പം അതുകൊണ്ടാണ് റൂഹുള്ള ഖൊമൈനി ഭരിച്ചുകൊണ്ടിരുന്നത് ആയത്തുല്ല അലി ഖമനേയിക്ക് വന്നു ചേർന്നത്. ഒരു കുടുംബവാഴ്ചയുടെ മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ആ മാറ്റം ഇവിടെ കൊടുക്കാതെ ഈ കുടുംബം തന്നെ ഈ ഡൈനാസ്റ്റി മാതൃകയിൽ ഇത് റൂൾ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ സാധാരണഗതിയിൽ ഉണ്ടായ ഒരു ഡൈനാസ്റ്റി ചേഞ്ച് അല്ല ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു യുദ്ധം, അതിനെ തുടർന്നുണ്ടായ ആക്രമണം, അതിൽ ലീഡർ എലിമിനേറ്റഡ്. ആ സാഹചര്യത്തിൽ ലെജിറ്റിമസി ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ലീഡറിനെ തിരഞ്ഞെടുക്കാൻ പറ്റണം. ഇനി അങ്ങനെ ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ ഇവിടെ ലീഡർഷിപ്പിൻ്റെ കാര്യത്തിൽ അടിയും വഴക്കം ഉണ്ടാവാതിരിക്കണം. അപ്പോൾ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരേ ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് മുജ്തബ ഖമനേയിയെ താൽക്കാലികമായിട്ട് ലീഡർഷിപ്പിൽ കൊണ്ടുവച്ചിരിക്കുന്നത്. താൽക്കാലികം, അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇനി എപ്പോഴാണ് ഒഫീഷ്യലി പ്രഖ്യാപിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒഫീഷ്യലി പ്രഖ്യാപിക്കാൻ പോകുമ്പോഴത്തേക്കും അവിടെ പ്രശ്നങ്ങളുണ്ട്. അവിടെ ഈ കുടുംബക്കാർക്കിടയിൽ അടിയും വഴക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് മുജ്തബ ഖമനേയിക്ക് എഫക്റ്റീവായിട്ട് ഡിസിഷൻസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. മുജ്തബ ഖമനേയി അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്, നാടകമാണ്. അതൊക്കെ തന്നെ ഈ IRGCയുമായിട്ട് ബന്ധപ്പെട്ട ഈ 4 കുടുംബങ്ങളിൽപ്പെട്ട റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് ഇത് തീരുമാനിച്ച് അപ്രൂവൽ കൊടുത്ത് കാര്യങ്ങൾ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി ആയത്തുല്ല അലി ഖമനേയിയുടെയും ഈ കൊല്ലപ്പെട്ട ആൾക്കാരുടെയൊക്കെ ബറിയൽ സെറമണി നടന്നു കഴിഞ്ഞിട്ടേ മുജ്തബ ഖമനേയിയുടെ ലീഡർഷിപ്പിനെ കുറിച്ച് വ്യക്തത വരുത്തുകയുള്ളൂ IRGC. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം നിലവിൽ ഇറാൻ്റെ ഉള്ളിൽ ലീഡർഷിപ്പ് ഉണ്ടോ എന്ന് വെച്ചാൽ ലീഡർഷിപ്പ് ഇല്ല. ഒരു 4 കുടുംബങ്ങൾ ചേർന്ന് അവരുടെ നേതൃത്വത്തിൽ നയിക്കുന്ന ഒരു ഇറാനാണ് ഇപ്പം നിലനിൽക്കുന്നത്. അതാണ് IRGC.
അപ്പോൾ അതുകൊണ്ട് ഇറാൻ്റെ ഉള്ളിൽ നിന്നും ഏതൊരു തീരുമാനം പുറത്തു വരാനും ഒരുപാട് ടൈം എടുക്കും. കാരണം ഈ 4 കുടുംബങ്ങളിൽപ്പെട്ട ആൾക്കാരും അതിൻ്റെ കീഴ്ത്തട്ടിലുള്ള പവർ പൊളിറ്റിക്സിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ വരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കഷൻ നടത്തിയിട്ടേ തീരുമാനം പുറത്ത് വരികയുള്ളൂ. അതുകൊണ്ടാണ് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ ഈ IRGCയുടെ ശല്യം കൊണ്ട് ഞാൻ റിസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഓപ്പണായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുജ്തബ ഖമനേയിയാണ് ഞാൻ പറഞ്ഞതുപോലെ ലീഡർഷിപ്പിൽ തർക്കം വരാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഐഡൽ. അതിലുപരിയായിട്ട് മുജ്തബ ഖമനേയിക്ക് IRGCക്കുള്ളിലുള്ള മെമ്പേഴ്സുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധമുണ്ട്. താൽക്കാലികമായിട്ട് മുജ്തബ ഖമനേയിയെ നമുക്ക് ഉയർത്തി കാണിക്കാം എന്നുള്ള തീരുമാനത്തിന് ഓക്കെ പറഞ്ഞിട്ട് ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് അവിടെ ഒരു പ്രതിഷേധമോ ഒരു പ്രകടനമോ രൂപപ്പെടാതിരിക്കാനും പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് മുജ്തബ ഖമനേയിയെ നേതൃത്വ നിരയിലേക്ക് കൊണ്ടുവച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് മുജ്തബ ഖമനേയി പബ്ലിക്കലി അപ്പിയറൻസ് കൊടുത്തിട്ട് പ്രസ്താവനകളോ അല്ലെങ്കിൽ പ്രയറിന് ലീഡർഷിപ്പോ അമേരിക്കയ്ക്കെതിരെയുള്ള ഡയറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റുകളോ ഒന്നും തന്നെ പറയാതിരിക്കുന്നത്. കാരണം അയാളെ ഇതുവരെ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് ആയത്തുള്ള അലി ഖമനേയിയുടെ ഫ്യൂണറൽ വൈകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്യൂരിറ്റി ഇഷ്യൂസ് ആണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അപ്പം ഇങ്ങനെ ബറിയൽ സെറമണി ഈ സമയത്ത് നടത്തി കഴിഞ്ഞാൽ സാങ്കേതികമായിട്ട് അവിടെ പല പ്രശ്നങ്ങളുണ്ട്, സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട്. ഇസ്രായേൽ സീക്രട്ടായിട്ട് ഒരു അറ്റാക്ക് അവിടെ നടത്തി കഴിഞ്ഞാൽ തന്നെ പല പ്രമുഖരുടെയും ജീവൻ നഷ്ടപ്പെടും. ഇസ്രായേൽ ഓപ്പണായിട്ട് നടത്തണമെന്നില്ല, സീക്രട്ട് ഓപ്പറേഷൻ നടത്തിയാലും ഇത് സംഭവിക്കും. അതുകൊണ്ടാണ് പേടിച്ചിട്ടാണ് ആയത്തുള്ള അലി ഖമനേയിയുടെ സെറമണി ഇറാൻ മാറ്റിവെച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.